മുഫസ്സിറുകൾ പറഞ്ഞപ്പോ അതിന്റെ രണ്ടാമത്തെ തലം മരിച്ചാലും മരിക്കാതെ ബാക്കി നിൽക്കുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളും അടയാളങ്ങളുമാണ് എന്ന് ഉലമാ പറഞ്ഞതായി, മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് രൂപത്തിലുണ്ട്, ഖൈറുണ്ട്, ശർറുണ്ട്. ഖാബീലിനെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. ഒന്നാമത്തെ കൊലയാളിയാണ്. ലോകത്ത് കൊലപാതകം നടന്നതിൽ ഒന്നാമത്തെ കൊലപാതകം നടത്തിയ കൊലയാളി ഖാബീലാണ്. ഒരാസാറാണത്, പക്ഷേ ശർറായ മോശമായ ആസാറാണത്. ഖാബീല് മരിച്ചു പോയിട്ടും സംഭവം ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, ലോകത്ത് എവിടെ വെച്ച് ഏത് രീതിയിൽ ഒരു കൊലപാതകം നടന്നാലും ശരി, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതവൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിലും വർഗീയതയുടെ പേരിലാണെങ്കിലും, ഇനി അതല്ല ആൾക്കൂട്ടം മർദ്ദന കൊലപാതകമാണെങ്കിലും, ഇനി പ്രേമതൈരാശ്യത്തിന്റെ പേരില ഏത് രൂപത്തിലാണെങ്കിലും ശരി, ഒരു കൊലപാതകം നടന്നാൽ ഈ ഉറ്റിയ രക്തത്തിന്റെ ഒരംശം ഖാബീലിനുണ്ട് എന്ന് റസൂൽ പറയുന്നുണ്ട്. ഒരു മോശപ്പെട്ട ഒരു ശർറായ ഒരു ആസാർ സൃഷ്ടിച്ചതാണ് ഖാബീൽ ലോകത്ത് ചെയ്ത ഒരു കുറ്റം. അത് ഇന്നും ഖാബീൽ മരണപ്പെട്ടു പോയിട്ടും അതിന്റെ ശിക്ഷ ഖാബീൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ് റസൂൽ പറഞ്ഞത്. അതുപോലെ അബൂലഹബിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബ്. അബൂലഹബ്, ഖാറൂൻ, ഫിർഔൻ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ചാവുകടൽ കാണുമ്പോൾ നമുക്ക് ആ ചാവുകടൽ പറഞ്ഞു തരുന്ന ഒരു ആസാറുണ്ട്. അത് ആ ജനതയുടെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് അള്ളാഹു നൽകിയൊരു ശിക്ഷയായിരുന്നു. ഇങ്ങനെ ശർറായ ആസാറുകൾ സൃഷ്ടിച്ചുണ്ടാക്കി ചെയ്തു വെച്ച ഒരുപാട് ആൾക്കാർ അവർ ഇന്നും അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നു. ഖിയാമത്ത് നാളെ വരെ അനുഭവിക്കേണ്ടി വരും. അതെല്ലാം അല്ലാഹു തആല ലോകത്ത് അല്ലാഹു തആലയുടെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് നല്ല ആസാറുകൾ ഉണ്ടാക്കിയ ആൾക്കാർ നമുക്കറിയാം. കഅബ ശരീഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന രണ്ട് പ്രവാചകന്മാരുണ്ട്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ഏത് കുട്ടിയോട് ചോദിച്ചാലും ആ ആസാറുകൾ, അവരുണ്ടാക്കി വെച്ച ആസാറുകൾ പറയാത്ത ഒരു കുട്ടിയില്ല. അതുപോലെ റൂമ കിണർ എന്ന് പറയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ജനങ്ങളെ മദീനയിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോ ആ റൂമ കിണർ വാങ്ങിയിട്ട് ദാനം ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആസാറാണ് ആ റൂമ കിണർ. അതുപോലെ ബാങ്ക്, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു സഹാബിയാണ്